നമസ്കാരം. മാസപ്പടി കേസിലെ SFIO കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരിക്കുകയാണ്. പകർപ്പ് ആവശ്യപ്പെട്ട് ED നൽകിയ അപേക്ഷ എറണാകുളം അഡീഷണൽ കോടതി അംഗീകരിച്ചിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകാനാണ് നീക്കം. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കുറ്റപത്രം കൈമാറിയത്. ന്യൂഡൽഹിയിലെ ED ഓഫീസൊക്കെ ഇന്നലെ രാവും പകലുമൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. അതായത് കേരള മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ കേസിൽ പഴുതില്ലാത്ത അന്വേഷണം നടത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് പുറമെ EDക്ക് ഒരു പക തീർക്കാൻ കൂടിയുണ്ട്. അതൊരു പഴയ കഥയുകൂടിയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കാലത്ത് തങ്ങളെ നിയന്ത്രിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിന്റെ കണക്കു തീർക്കൽ. ഇന്നലെയാണ് EDക്ക് വീണയ്ക്കെതിരായ കുറ്റപത്രം ഔദ്യോഗികമായി ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ SFIO സമർപ്പിച്ച കുറ്റപത്രം പോലീസിന്റെ കുറ്റപത്രത്തിന് സമാനമെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയത് EDക്ക് ചാകരയായി മാറും. ഇത്രയും ഗുരുതരമായ ഒരു കണ്ടെത്തൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മുമ്പുണ്ടായിട്ടില്ല എന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. മാസപ്പടി കേസിൽ ഇൻകം ടാക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CMRLനും മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയുടെ സ്ഥാപനത്തിനുമെതിരെ എൻഫോഴ്സ്മെന്റ് നേരത്തെ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു. SFIO കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിനൊപ്പമുള്ള മൊഴികൾക്കും രേഖകൾക്കുമായി ED മറ്റൊരു അപേക്ഷ കോടതിയിൽ നൽകുമെന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഇടപാടിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ കോടതി കേസെടുത്തിരുന്നു. കുറ്റപത്രം സ്വീകരിച്ച് കേസെടുത്തതിനെ തുടർന്ന് എതിർകക്ഷികൾക്ക് സമൻസ് അയക്കുന്ന നടപടികൾ വരുന്നയാഴ്ചയോടെ വിചാരണ കോടതി പൂർത്തിയാക്കും. ജില്ലാ കോടതിയിൽ നിന്ന് ഈ കുറ്റപത്രത്തിന് നമ്പർ ലഭിക്കുന്നതോടെ വിചാരണയ്ക്ക് മുൻപായുള്ള പ്രാരംഭ നടപടികൾ കോടതി തുടങ്ങും. അടുത്തയാഴ്ചയോടെ വീണ ടി, ശശിധരൻ കർത്ത തുടങ്ങി 13 പേർക്കെതിരെ കോടതി സമൻസ് അയക്കും. 114 രേഖകൾ അടക്കം വിശദമായി പരിശോധിച്ചാണ് കമ്പനി കാര്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി VPM സുരേഷ് ബാബു കുറ്റപത്രത്തിൽ കേസെടുത്തത്. എല്ലാ പ്രതികൾക്കുമെതിരെ വിചാരണ നടത്താനുള്ള വിവരങ്ങൾ SFIO കുറ്റപത്രത്തിൽ ഉണ്ടെന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. കമ്പനി ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നതിനായി BNS പ്രകാരം നടപടികൾ പൂർത്തിയാക്കേണ്ടതില്ലെന്നും അറിയിച്ച കോടതി നേരിട്ട് സമൻസ് അയക്കാനുള്ള വിവരങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നടപടിക്രമങ്ങൾ പരിശോധിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ചെയ്യാത്ത തൊഴിലിന് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് വീണ മാസപ്പടി വാങ്ങിയെന്നാണ് കേസ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അന്വേഷണമാണ് ED നടത്താൻ പോകുന്നത്. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് എന്തെല്ലാം സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടനെയാണ് ED ആശ്രയിക്കുക. മാത്യുവിന്റെ കയ്യിൽ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഉണ്ടെന്ന് EDക്ക് വിവരം ലഭിച്ചു. കരിമണൽ കമ്പനി വാങ്ങിയ ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് ലഭിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ജില്ലാ കളക്ടറും നൽകിയ റിപ്പോർട്ട് മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ അനുകൂല റിപ്പോർട്ട് ഉണ്ടായിട്ടും CMRL അപേക്ഷ ലാൻഡ് ബോർഡ് തള്ളിയതാണെന്ന് വിജിലൻസ് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. സ്വകാര്യ വ്യക്തികളുടെ ഖനനാനുമതി റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം ലംഘിച്ച് CMRL അപേക്ഷ പരിഗണിക്കണമെന്ന് തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സ് കുഴൽനാടൻ ഹാജരാക്കിയിരുന്നു. മിനിറ്റ്സിൽ CMRLന് അനുകൂലമായി വന്ന സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും നിയമോപദേശം തേടാനുള്ള നിർദ്ദേശമാണ് ഉള്ളതെന്ന് വിജിലൻസ് പ്രോസിക്യൂട്ടർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRLൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയതിന് സർക്കാരിൽ നിന്നും പ്രത്യുപകാരം ലഭിച്ചെന്നാണ് കുഴൽനാടന്റെ ആരോപണം. ഇതിനുള്ള രേഖകൾ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും അഴിമതി സ്ഥാപിക്കുന്നതല്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അങ്ങനെയാണ് പുതിയ രേഖകൾ ഹാജരാക്കാൻ കുഴൽനാടൻ നിർബന്ധിതനായത്. കുഴൽനാടൻ ഹാജരാക്കിയ 4 രേഖകളും സർക്കാർ സഹായം പരസ്യമായി സമ്മതിക്കുന്നതാണ്. മുഖ്യമന്ത്രിയും സർക്കാരും എന്തു തന്നെ പറഞ്ഞാലും
സ്വകാര്യ കമ്പനിയുടെ മുതലാളിയെ രക്ഷിക്കാൻ ഇടതു സർക്കാർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതായി ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഒരു സ്വകാര്യ മുതലാളിക്ക് വേണ്ടി സംസ്ഥാനത്തെ മന്ത്രിസഭ ഒന്നടങ്കം നിലകൊണ്ടതിന്റെ തെളിവാണ് കുഴൽനാടൻ ഹാജരാക്കിയിരിക്കുന്നത്. ഇടത് സർക്കാരുകളുടെ പരിസ്ഥിതി പ്രേമം എന്നത് ഒരു പഴങ്കഥയാണ് എന്നുള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ വ്യക്തമായി. ഉരുൾപൊട്ടലും പ്രളയവും രൂക്ഷമായ പശ്ചാത്തലത്തിൽ 2019 ഖനനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം വെറും 12 മാസത്തിനുള്ളിൽ പിണറായി സർക്കാർ പിൻവലിച്ചു. 2019 ഓഗസ്റ്റ് 9 നിർത്തിവെച്ച ഖനന പ്രവർത്തനങ്ങൾ 21 പുനഃസ്ഥാപിച്ചു. ഖനന മാഫിയയ്ക്ക് സർക്കാർ പൂർണ്ണമായും കീഴടങ്ങിയതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം പെട്ടെന്നുണ്ടായതുപോലും. ഖനന മേഖല സ്തംഭിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത് ശശിധരൻ കർത്തയ്ക്ക് വേണ്ടിയാണെന്ന ആരോപണവും ഉയർന്നതാണ്. പ്രളയത്തിന്റെ തനിയാവർത്തനമുണ്ടായത് പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ടത്ത് നടക്കുന്ന വ്യാപകമായ ഖനനം കാരണമാണെന്ന് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലും മറ്റു ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഇടതു സർക്കാർ അധികാരത്തിലേറിയ ശേഷം പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന നിരവധി നടപടികൾ തുടങ്ങിവെച്ചു. ഇതിന്റെ തുടർച്ചയാണ് യഥേഷ്ടം നൽകിയ ഖനനാനുമതി. പരിസ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കിയ പിണറായി സർക്കാർ ഇതിൽ ക്വാറികളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇതിന് കാരണം ക്വാറികൾ അനുവദിക്കേണ്ട സാഹചര്യം വന്നുചേരുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നതുകൊണ്ടാണ്. റോഡ്, തോട്, നദികൾ, വീടുകൾ തുടങ്ങിയവയിൽ നിന്ന് ക്വാറികൾ 100 മീറ്റർ അകലമെങ്കിലും പാലിക്കണമെന്ന നിബന്ധന ഇടത് സർക്കാർ 50 മീറ്റർ ആക്കി. ക്വാറിക്ക് നൽകുന്ന അനുമതിയുടെ കാലാവധി 3 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി. വനത്തിൽ നിന്നുള്ള ക്വാറിയുടെ ദൂരപരിധി 100 മീറ്ററിൽ നിന്ന് 50 മീറ്ററായി വെട്ടിക്കുറച്ചു. ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് പട്ടയഭൂമിയിൽ പോലും വ്യാപകമായ ഖനനത്തിന് വഴിയൊരുക്കി. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ അവസരമൊരുക്കി. VS സർക്കാരിന്റെ കാലത്ത് ഖനനത്തിന് കടുത്ത നിയന്ത്രണമാണ് ഉണ്ടായിരുന്നത്. പിണറായി വിജയനായിരുന്നു അന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഖനനത്തിന് അനുമതി നൽകണമെന്ന് CPM സർക്കാരിനോട് അക്കാലത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സർക്കാർ അനുമതി നൽകിയില്ല. അന്നും വ്യവസായ വകുപ്പ് പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ കയ്യിലായിരുന്നു. എന്നാൽ ഇത്തരം നിയമപരമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയാണ് കൈക്കൊണ്ടിരുന്നത്. ഖനനത്തിന് അനുമതി നൽകുന്നതിനോട് VSന് പൂർണ്ണമായ വിയോജിപ്പുണ്ടായിരുന്നു. ഖനനാനുമതി സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് ശശിധരൻ കർത്തയ്ക്ക് വേണ്ടിയാണെന്ന VS പക്ഷം ഇന്നും വിശ്വസിക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ അക്കാലത്ത് പല വികസന പദ്ധതികൾക്കും VS തടസ്സം നിന്നിരുന്നു. പരിസ്ഥിതിയെ ഇല്ലാതെയാക്കി വികസനം വേണ്ടെന്നായിരുന്നു VSന്റെ നിലപാട്. ഇത് പാർട്ടിയും സർക്കാരും തമ്മിൽ കടുത്ത കലഹത്തിന് ഇടയാക്കി. ഖനനമുണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. കോടിക്കണക്കിന് രൂപയാണ് കമ്മീഷൻ ഇനത്തിൽ പാർട്ടിക്ക് ലഭിക്കുന്നത്. ക്വാറികൾക്ക് അനുമതി യഥേഷ്ടം നൽകുന്നതിൽ ഉദ്യോഗസ്ഥർക്കും സന്തോഷമാണ്. മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഖനനത്തിലൂടെ ലഭിക്കുന്നത് ലക്ഷങ്ങളാണ്. പാർട്ടി നിലനിൽക്കുന്നതും ക്വാറി മാഫിയയുടെ സഹായത്തോടെയാണ്. 2019 തന്നെയാണ് കരിമണൽ സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യാനുള്ള നീക്കമുണ്ടായത്. EP ജയരാജനായിരുന്നു അന്ന് മന്ത്രി. CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്താനുള്ള ഫയൽ മന്ത്രിസഭാ യോഗത്തിന് മുൻപിൽ വ്യവസായ വകുപ്പ് സമർപ്പിച്ചത്. സ്വകാര്യ മേഖലയിൽ ഖനനം നടത്താൻ സർക്കാരിന് പദ്ധതിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ സർക്കാർ നിലപാടിന് വിരുദ്ധമായി ഒരു ഫയൽ വ്യവസായ വകുപ്പിൽ എങ്ങനെ ഉടലെടുത്തു എന്ന ചോദ്യം ഉയർന്നു. കരിമണൽ ഉൾപ്പെടെയുള്ള ധാതുഖനനം സ്വകാര്യ മേഖലയിൽ തടഞ്ഞ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയെ മറികടന്നാണ് വ്യവസായ വകുപ്പ് സ്വകാര്യ ലോബിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ദ്രുതഗതിയിൽ ഫയൽ നീക്കുകയും ചെയ്തത്. ഇതിനു പിന്നിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമായിരുന്നു. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയാണ് അങ്ങനെയൊരു നീക്കം വകുപ്പിൽ നടന്നത്. ചൂടുവെള്ളത്തിൽ വീണ EP ജയരാജൻ പാർട്ടിയുടെ അംഗീകാരമില്ലാതെ ഇത്രയും വലിയൊരു തീരുമാനം സ്വീകരിക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയേറെ ഗൗരവ സ്വഭാവമുള്ള ഈ വിഷയം മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്യാതെ അനുമതി നൽകുന്ന ഘട്ടം വരെ എത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.
നിയമവിരുദ്ധമായ ഈ നടപടിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ വ്യവസായ മന്ത്രിക്കോ വകുപ്പിലെ ഉന്നതർക്കോ കഴിഞ്ഞിട്ടില്ല. അതേസമയം തനിക്ക് പേടിക്കാനൊന്നുമില്ലെന്നുമാണ് ഇപിയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത്. പാർട്ടി അംഗീകാരം ഉണ്ട് എന്ന് തന്നെയാണ് ഇതിനർത്ഥം. ഇതിനു പിന്നാലെ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരാൻ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പൊതുമേഖലയിൽ ഖനനം നടക്കുന്ന ആലപ്പാട് പോലെയുള്ള മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കെടുതികൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയമായ ഖനനം പോലും നിയന്ത്രണ വിധേയമായി നടത്തുന്നതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി നൽകാൻ തുനിഞ്ഞത്. ഖനനത്തിന് ആദ്യം അനുമതി നൽകിയത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ ഖനന കരാറിലൂടെ മറിഞ്ഞത്. കരിമണൽ ഖനനത്തിന് സർക്കാർ അനുമതി നൽകിയത് പാലാ ഉപതിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ അഴിമതിക്കുള്ള കാഹളമാണ് ഇതിലൂടെ മുഴങ്ങുന്നതെന്ന് ആരോപിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. സ്വകാര്യ മേഖലയ്ക്കുള്ള അനുമതി തൽക്കാലം തള്ളാത്ത സാഹചര്യത്തിൽ മുതലാളിമാരുടെ കടാക്ഷം CPM-ന് മേൽ എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. നന്ദി.